ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ആൾജിബ്ര ആണ് എടുക്കുന്നത്. SSC റെയിൽവേ പരീക്ഷകൾക്ക് അങ്ങേയറ്റം പ്രാധാന്യം അർഹിക്കുന്ന ഒരു ടോപ്പിക്കാണ് ഈ ആൾജിബ്ര എന്ന് പറയുന്നത്. സ്ഥിരമായിട്ട് ആവർത്തിച്ച് ചോദിക്കുന്ന ചില ക്ലീഷേ ചോദ്യങ്ങളുള്ള ഒരു ചാപ്റ്ററും കൂടാണ് ഈ ആൾജിബ്ര എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പക്ഷെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഈ ആൾജിബ്ര എന്ന് പറയുമ്പോൾ തന്നെ അതിൽ കുട്ടികൾക്ക് ഒരല്പം ബുദ്ധിമുട്ടുള്ള അല്ലെങ്കിൽ എന്താ പറയുക, ഈ ഒരു സുഖമില്ലാത്തൊരു വിഷയമാണ് ആൾജിബ്ര. കാരണം കുറേ ഐഡൻറ്റിറ്റീസ് അതിൽ ഓർത്തിരിക്കണം. ഇപ്പം നിങ്ങൾ ഈ ഒരു സ്ക്രീനിലേക്ക് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്കിപ്പോൾ കാണാം കുറേ ഫോർമുലാസ്, കുറേ ഇക്വേഷൻസ്, ഇതൊക്കെ ഉപയോഗിച്ച് നമുക്ക്. അപ്പോൾ ആൾജിബ്ര എന്ന് പറയുമ്പോൾ തന്നെ ഇതാണോ, ഈ ഒരു രീതിയിലാണോ, ഇതെല്ലാം ബൈഹാർട്ട് ചെയ്ത് പഠിക്കണോ എന്ന് ചോദിച്ചാൽ, പഠിച്ചാൽ അതിൻ്റെ ഒരു ഗുണം നമുക്ക് കിട്ടും. ഇതൊക്കെ ഓർത്തിരിക്കാമെങ്കിൽ ചില ചോദ്യങ്ങൾ കാണുമ്പോൾ ഇത് അങ്ങനെയാണല്ലോ, ആ റൂള് പ്രകാരം ഇങ്ങനെ ചെയ്യാമല്ലോ എന്ന് പറഞ്ഞ് നമുക്ക് ചെയ്തു പോവാം. ഇനി ഇതിൻ്റെ എല്ലാം തുടക്കം എന്താണ് ആൾജിബ്ര എന്ന് ചോദിച്ചാൽ നമ്മൾ മലയാളത്തിൽ ബീജഗണിത വാചകങ്ങൾ എന്നൊക്കെ പറയും. അതാന്ന് തോന്നുന്നു അതിൻ്റെ മലയാളം എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ നമ്മൾ ഈ എടുത്തിരിക്കുന്നതെല്ലാം നമ്മളുടെ ബുക്കിൽ നിന്നാണ്. നമ്മളൊരു SSC റെയിൽവേ ബുക്ക് സീരീസ് നമ്മൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നാണ് ഇന്നത്തെ കൂടുതൽ ചോദ്യങ്ങൾ എടുത്തിട്ടുള്ളത്. ഒരു ചോദ്യം മാത്രമാണ് ഞാൻ വേറൊരു സോഴ്സിൽ നിന്ന് എടുത്തിട്ടുള്ളത്. ബാക്കി കൂടുതൽ ചോദ്യങ്ങൾ നമ്മളുടെ ബുക്കിൽ നിന്ന് തന്നെയാണ് എടുത്തിട്ടുള്ളത്. അത് നിങ്ങൾക്ക് സ്ലൈഡ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ടാണ് ഈ വാട്ടർമാർക്കൊക്കെ അവിടെ ഇവിടെയൊക്കെ മുറിഞ്ഞു പോയേക്കുന്നത്. ഞാൻ അവിടെ നിന്നൊക്കെ സ്ക്രീൻഷോട്ട് എടുത്ത് ക്രോപ്പ് ചെയ്ത് ആണ് ഇത് ഒരു സ്ലൈഡിലേക്ക് കൊണ്ടുവന്നത്. അതുകൊണ്ടാണ് ഇതാ ഇവിടെ വാട്ടർമാർക്കൊക്കെ അവിടെയൊക്കെ മുറിഞ്ഞൊക്കെ കിടക്കുന്നത്. അപ്പോൾ നോക്കുമ്പോൾ ഇത് ഇത്രയും നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് സ്ക്രീൻ പോസ് ചെയ്തിട്ട് നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് എഴുതി വെച്ച് തന്നെ പഠിക്കുക. അപ്പോൾ കണ്ടുകൊണ്ടിരുന്നാൽ ഇതിപ്പോൾ അങ്ങ് കണ്ടിട്ട് അങ്ങ് പോകും, സ്കിപ്പ് ചെയ്ത്. വീഡിയോ ഇവിടെ വെച്ച് പോസ് ചെയ്യുക. എൻ്റെ മോന്ത ഈ ഒരു സർക്കിളിനകത്തിലായിരിക്കും കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ബാക്കി സ്ഥലം നിങ്ങൾക്കുണ്ട്. സോ സ്ക്രീൻഷോട്ട് എടുക്കുക, അതിനുശേഷം അത് വ്യക്തമായിട്ട് അല്ലെങ്കിൽ വീഡിയോ പോസ് ചെയ്ത് വെക്കുക, ഇത് എഴുതി വെച്ച് തന്നെ പഠിക്കുക. അപ്പോൾ അതിൻ്റെ ഒരു പ്രയോജനം നിങ്ങൾക്ക് കിട്ടും. ഇനി ഇതിൻ്റെ എല്ലാം തുടക്കം എന്ന് പറയുന്നത് ബൈനോമിയൽ തിയറം എന്നൊരു സംഭവം. നമ്മൾ ആൾജിബ്രയെ പറ്റി പഠിക്കുമ്പോൾ, ആൾജിബ്രയെ പറ്റി പറയുമ്പോൾ ബൈനോമിയൽ തിയറം എന്തായാലും പറയണം. ബൈനോമിയൽ തിയറം എന്നൊരു കോൺസെപ്റ്റിൽ നിന്നാണ് ഈ ഒരു കാര്യങ്ങളെല്ലാം വരുന്നത്. ആൾജിബ്രയുടെ ബേസ് എന്ന് പറയുന്നത് തന്നെ ബൈനോമിയൽ തിയറമാണ്. നമ്മൾ +1 മാത്സിലൊക്കെ, +1+2 മാത്സിലൊക്കെ നമ്മൾ പഠിക്കുന്നതാണ് ഈ ബൈനോമിയൽ തിയറം എന്ന് പറയുന്നത്. വളരെ ബേസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ബൈനോമിയൽ തിയറം. അതായത് രണ്ട് ടേമിനെ എക്സ്പാൻഡ് ചെയ്യുന്ന രീതി. അപ്പോൾ അതിനൊരു വലിയൊരു ലോങ് ഇക്വേഷൻ ഒക്കെ ഉണ്ട് ബൈനോമിയൽ തിയറത്തിനൊരു. ഇപ്പോൾ ഇപ്പോൾ രണ്ട് ടേമിനെ എക്സ്പാൻഡ് ചെയ്യുന്ന രീതി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരിക ഇപ്പോൾ a+b² ആയിരിക്കും. എന്നാൽ ഇതിന് പകരം നമുക്കിപ്പോൾ a+b⁻⁷. അപ്പോൾ ഇങ്ങനെ വന്നാലും ബൈനോമിയൽ തിയറം ഇതിനെ എക്സ്പാൻഡ് ചെയ്യുന്നതിന് ഒരു രീതിയുണ്ട്. നമ്മൾ പെർമ്യൂട്ടേഷൻ, കോമ്പിനേഷൻ, ആ രീതിയൊക്കെ വെച്ചിട്ട് നമ്മളിതിനെ എക്സ്പാൻഡ് ചെയ്ത് നമുക്കൊരു വലിയ ഇക്വേഷൻ പോലെയൊക്കെ എഴുതാം. അപ്പം അതിൽ നിന്നാണ് ഇതിൻ്റെ തുടക്കം. ഇപ്പോൾ നമ്മളിപ്പോൾ ബൈനോമിയൽ തിയറത്തിൻ്റെ ഇതിലേക്കൊന്നും പോകണ്ട, അതൊന്നും നമുക്കിവിടെ വേണ്ട. നമുക്ക് വേണ്ടത് ഇവിടെ കുറച്ച് സെറ്റ് ഓഫ് റൂൾസ് ഉണ്ട്, അല്ലെങ്കിൽ ചില തരം ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങളെ എങ്ങനെ ചെയ്യാം, കൂടുതലൊന്നും ഞാൻ പറഞ്ഞിപ്പോൾ ഒന്നാമതേ ഒരല്പം പിള്ളേർക്ക് ബോറടിക്കുന്ന ഒരു വിഷയമാണ്, അല്ലെങ്കിൽ അത്ര സുഖമില്ലാത്തൊരു സബ്ജക്റ്റാണ്. ഞാൻ ഇനിയും കൂടുതൽ പറഞ്ഞ് അതിൻ്റെ ആ ഒരു സുഖക്കുറവ് കൂട്ടുന്നില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം ഇതാണ്: The two equations x-4y is equal to 0 and 4x plus 3y is equal to 19 have a solution a, b. Find the value of ab divided by a plus b. അതായത് ഒരു സാധനം തരും, എന്നിട്ട് മറ്റേതെന്താ, ഇതാണ് ഇതിൻ്റെ ഒരു സ്ഥിരം ചോദ്യം. ഒരു റെഫറൻസ് അല്ലെങ്കിൽ ഒരു സംഭവം നമുക്ക് തരും, അങ്ങനെയാണ് മറ്റേത് എത്ര. ഇതിപ്പോൾ രണ്ട് ലീനിയർ ഇക്വേഷൻസ് സോൾവ് ചെയ്യുന്നത് പോലെ നമുക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ആദ്യത്തെ ഇക്വേഷൻ എന്തുവാ? x-4y is equal to 0. നമ്മൾ ചെറിയ ക്ലാസ് നമ്മൾ ഇങ്ങനെയൊക്കെ എഴുതും. ഇക്വേഷൻ 1. അടുത്ത എന്താ? 4x plus 3y is equal to 19. അതെന്താണ്? ഇക്വേഷൻ 2. ഇനി നമ്മൾ എന്ത് ചെയ്യും? ഈ രണ്ട് ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്യും. 4x പ്ലസ്, അതിന് മുമ്പ് ഇവിടെ ഒരു പ്രശ്നമുണ്ട്. നമ്മൾ നേരെ അങ്ങ് സോൾവ് ചെയ്യാൻ പോകുമ്പം നമുക്ക് ഏതെങ്കിലും ഒരു ടേം ക്യാൻസലായി പോകണം, ഏതെങ്കിലും ഒരു ടേം. അപ്പം ഞാൻ ഈ ഫസ്റ്റ് ഇക്വേഷൻ ഉണ്ടല്ലോ, അതിനെ ഞാൻ 4 കൊണ്ട് ഗുണിക്കാൻ പോവാം. അതെന്തിനാന്ന് ചോദിച്ചാൽ ഈ 4x ഈ x അപ്പോൾ 4x ആവും. ഈ x ഇല്ലേ മക്കളെ, ഈ x അപ്പോൾ എന്താവും? 4x ആവും. അപ്പോൾ 4xൽ നിന്ന് 4x കുറച്ച് എന്ത് കിട്ടും? 0 കിട്ടും. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു പോസിബിലിറ്റി നോക്കിയാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഞാൻ ഇതിനെ 4 കൊണ്ട് ഗുണിക്കാൻ പോയി ഫസ്റ്റ് ഇക്വേഷൻ. അപ്പോൾ 4 കൊണ്ട് ഗുണിക്കുമ്പോൾ ഇതെന്താവും? 4x മൈനസ് ഇതെന്താവും? 16y ആകും. പിന്നെ 0യെ 4 കൊണ്ടല്ല എന്തുകൊണ്ട് ഗുണിച്ചാലും 0 തന്നെ. ഇനി ഞാൻ ഇത് തമ്മിൽ സബ്ട്രാക്ട് ചെയ്യാൻ പോവാണ്. ഇത് തമ്മിൽ സബ്ട്രാക്ട് ചെയ്യുമ്പം എന്ത് കിട്ടുന്നു? എനിക്ക് ഇവിടെ എന്ത് കിട്ടുന്നു? 0. കാരണം 4xൽ നിന്ന് ഇനി ഇത് തമ്മിൽ ഞാൻ സബ്ട്രാക്ട് ചെയ്യുന്നു അല്ലേ.
അതായത് ഈ രണ്ട് ഇക്വേഷൻ തമ്മിൽ ഞാൻ സബ്ട്രാക്ട്. അപ്പോൾ 4x കൂടുമ്പോൾ എനിക്ക് 0. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുമ്പോൾ -19y എന്ന് കിട്ടുന്നു. അപ്പോൾ എനിക്ക് എത്ര കിട്ടുന്നു? -19 എന്ന് കിട്ടുന്നു. ഇനി എന്താണ്? സോ y ഈസ് ഈക്വൽ ടു -19 ഡിവൈഡഡ് ബൈ -19 എത്ര കിട്ടുന്നു? 1 എന്ന് കിട്ടുന്നു. സോ y 1 എന്ന് കിട്ടി. ഇനി വൈയുടെ വാല്യൂ ഞാൻ എവിടെ ഇട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു? ഈ ഏതെങ്കിലും ഒരു ഇക്വേഷനിലിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇക്വേഷനിൽ തന്നെ വൈയുടെ വാല്യൂ ഇട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. സോ y ഈസ് ഈക്വൽ ടു 1 ഇൻ ഇക്വേഷൻ നമ്പർ 1. അപ്പോൾ എന്ത് കിട്ടുന്നു? x - 4y ഈസ് ഈക്വൽ ടു 0 എന്നല്ലേ മക്കളെ പറഞ്ഞിരിക്കുന്നത്? അതെ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? x എന്ന് പറഞ്ഞാൽ x തന്നെ, y എന്ന് പറഞ്ഞാൽ 1 ഈസ് ഈക്വൽ ടു 0. സോ x - 4 ഈസ് ഈക്വൽ ടു 0. സോ x ഈസ് ഈക്വൽ ടു 4. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എക്സിൻ്റെ വാല്യൂ കിട്ടി. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? സോ ഇവിടെ എക്സിൻ്റെ വാല്യൂ, ഇനി ഒരു കാര്യം നമ്മൾ വൈയുടെ വാല്യൂ 1 എന്നും കിട്ടി, എക്സിൻ്റെ വാല്യൂ 4 എന്നും കിട്ടി. ഇനി അവർ പറഞ്ഞിട്ടുണ്ട് ഈ എക്സ് എന്ന് പറയുന്നത് എ ആണ്. കാരണം ഈ ഫസ്റ്റ് ഇക്വേഷൻ്റെ സൊല്യൂഷൻ എ ആണ്. അപ്പോൾ എക്സ് എന്ന് പറയുന്ന 4 എന്ന് പറയുന്നതാണ് എ. സെക്കൻഡ് ഇക്വേഷൻ്റെ സൊല്യൂഷൻ ബി ആണ്. അപ്പോൾ വൈ എന്ന് പറയുന്നതാണ് 1. സോ എക്സ് 4 എന്നും അല്ലെങ്കിൽ എ 4 എന്നും ബി 1 എന്നും കിട്ടി. ഇനി എന്താ കണ്ടുപിടിക്കേണ്ടത്? എന്താ? എ ബി ബൈ എ പ്ലസ് 4b. സോ എ ബി എന്ന് പറയുമ്പോൾ എയുടെ വാല്യൂ എത്രയാണ്? 4 ആണ്. ഇൻറ്റു ബിയുടെ വാല്യൂ 1 ആണ്. പിന്നെ 4 പ്ലസ് എ ബി എന്ന് പറയുമ്പോൾ 4 × 1. അപ്പോൾ എത്ര കിട്ടും നമുക്ക്? 4 ഡിവൈഡഡ് ബൈ 8 എന്ന് കിട്ടും. 4 ഡിവൈഡഡ് ബൈ 8 എന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്നുകൂടെ ചെറുതാക്കി എങ്ങനെ എഴുതാം? 1/2 എന്ന് എഴുതാം. 1/2 എന്ന് എഴുതാം. സോ ആൻസർ എത്ര കിട്ടി? 1/2. ശരിയാണോ? യെസ്, 1/2. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 2. ക്വസ്റ്റ്യൻ നമ്പർ 2 പറയുന്നത് ഇതേപോലെ തന്നെയാണ്. രണ്ട് ഇക്വേഷൻ. ഹൗ മെനി സൊല്യൂഷൻസ് ഡസ് എ പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻ വിൽ ഹാവ് ഇഫ് ദ ഇക്വേഷൻസ് ആർ 4x plus 5y minus 6 is equal to 0 and 16x plus 20y plus 20 is equal to 0. അപ്പോൾ നമുക്ക് ഇവിടെയും രണ്ട് ഇക്വേഷൻ തന്നിട്ടുണ്ട്. ആദ്യത്തെ ഇക്വേഷൻ എന്താണ്? ആദ്യത്തെ ഇക്വേഷൻ 4x plus 5y minus 6 is equal to 0. അപ്പോൾ ഇനി അടുത്ത രണ്ടാമത്തെ ഇക്വേഷൻ എന്താണ്? 16x plus 20y plus 20 is equal to 0. രണ്ടാമത്തെ ഇക്വേഷൻ. ചോദിച്ചതാണ് ഇതിന് എത്ര സൊല്യൂഷൻ വരും എന്നുള്ളതാണ്. അപ്പോൾ ഈ സൊല്യൂഷൻ്റെ കാര്യം നിങ്ങൾ പറയുമ്പം ഇതിന് മെനി സൊല്യൂഷൻസ് പോസിബിൾ ആണെങ്കിൽ നമ്മളൊരു റൂള് പഠിക്കണം. മെനി സൊല്യൂഷൻസ് പോസിബിൾ ആണെങ്കിൽ അവിടെ ഒരു റൂളുണ്ട്. അതായത് ഇപ്പം ഇതാ ഇങ്ങനെ അങ്ങ് ഓർത്താൽ മതി. പോസിബിൾ ആണെങ്കിൽ A1 by A2 is equal to B1 by B2 is equal to C1 by C2. അങ്ങനെയാണെങ്കിൽ മെനി സൊല്യൂഷൻസ് പോസിബിൾ ആണ്. അല്ലെങ്കിലോ നോട്ട് പോസിബിൾ ആണെങ്കിലോ നോട്ട് പോസിബിൾ ആണെങ്കിൽ A1 by A2 is equal to B1 by B2 not equal to C1 by C2. അപ്പം ഇവിടെ ഈ എയും ബിയും കേട്ട് നിങ്ങൾ ഇത് എ, ഇത് ബി, ഇത് സി എന്നോർത്താൽ മതി. അപ്പോൾ ഇത് 1ഉം ഇത് 2ഉം. സോ ഇത് A1, ഇത് A2 അങ്ങനെ ഓർത്താൽ മതി. അപ്പോൾ നമുക്കിവിടെ നോക്കാം. ഇവിടുത്തെ നോക്കുമ്പോൾ നമുക്ക് ഇവിടെ A1 എന്ന് പറയുന്നത് 4 ആണ്, B1 എന്ന് പറയുന്നത് 5 ആണ്, C1 എന്ന് പറയുന്നത് 6 ആണ്. ഇവിടെ A2 എന്ന് പറയുന്നത് 16 ആണ്, B2 എന്ന് പറയുന്നത് 20 ആണ്, C2 എന്ന് പറയുന്നത് 20 ആണ്. ഓക്കെ, അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമുക്ക് ഇനി ഇത് സോൾവ് ചെയ്യേണ്ടത്. സോ A1 by A2 എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 4/16 is equal to B1 by B2 എന്ന് പറയുമ്പോൾ 5/20. C1 by C2 എന്ന് പറയുമ്പോൾ 6/20. സോ ഇവിടെ നോക്കിക്കേ, ഇത് നമുക്ക് ചെറുതാക്കുമ്പോൾ 1/4 എന്ന് കിട്ടും, ഇതും 1/4 എന്ന് കിട്ടും. സോ ഇത് രണ്ടും ഈക്വൽ ആണ്. പക്ഷേ ഇവിടെ നമുക്ക് ആ ഒരു റേഷ്യോ കിട്ടുന്നില്ല. 6/20 എന്ന് പറയുമ്പോൾ 3/10 ആണ് കിട്ടുക. സോ അതൊരിക്കലും എന്തിന് ഈക്വൽ അല്ല? 1/4ന് ഈക്വൽ അല്ല. സോ ഇവിടെ നോട്ട് ഈക്വൽ ടു 6/20. സോ നോട്ട് പോസിബിൾ. സോ ആൻസർ എത്രയാണ്? ഓപ്ഷൻ എ, 0 സൊല്യൂഷൻസ് ആണ് കിട്ടുക. സോ നോട്ട് പോസിബിൾ. ശരിയാണോ? യെസ്, നോട്ട് പോസിബിൾ. അടുത്ത ചോദ്യം നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 3. 2 lines 3x minus 8y is equal to 16 and 2x plus 4y is equal to 6 intersect at a comma b. Find the value of a square minus 4b square. A square minus 4b square. അപ്പോൾ
2 lines 3x minus 8y is equal to 16. സോ ഇവിടെ ഈ 2 ലൈൻസ് എന്ന് പറയുമ്പോൾ നമ്മളിവിടെ 2 ഇക്വേഷൻ ആയിട്ട് അതിനെ നോക്കിയാൽ മതി, കാരണം ഇവിടെ 2 ലീനിയർ ഇക്വേഷനാണ് നമുക്ക് തന്നിരിക്കുന്നത്. സോ 3x minus 8y is equal to 16 and 2x plus 4y is equal to 16. Intersect at AB. അപ്പം സൊല്യൂഷൻസ് ആണ് ഏതൊക്കെ? എയും ബിയും. ഫൈൻഡ് ദ വാല്യൂ ഓഫ് എ സ്ക്വയർ മൈനസ് 4b സ്ക്വയർ. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഇക്വേഷൻ എഴുതുകയാണ്. എന്താണ്? 3x മൈനസ് 8y is equal to 16. രണ്ടാമത്തെ ഇക്വേഷൻ 2x plus 4y is equal to 6. ഞാൻ ഈ രണ്ടാമത്തെ ഇക്വേഷൻ ഉണ്ടല്ലോ, ഇതിനെ ഞാൻ എന്ത് ചെയ്യുകയാണ്? 2 കൊണ്ട് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. ഇതിനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇക്വേഷൻ 1 എന്നും ഇതിനെ ഇക്വേഷൻ 2 എന്നും വിളിക്കാം. ഈ രണ്ടാമത്തെ ഇക്വേഷൻ ഞാൻ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ എനിക്ക് എന്ത് കിട്ടുന്നു? 4x plus 8y is equal to 12 അല്ലേ? ഞാൻ എന്ത് ചെയ്യുകയാണ്? അപ്പോൾ എനിക്ക് ഇവിടെ താണ്ട് ഈ 8yയും ഇത് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ എനിക്ക് കട്ട് ചെയ്ത് പോകും. കാരണം എന്താ? -8yയും +8y. ഇവിടെ നോക്കിക്കേ, ഇതിൻ്റെ സൈൻ മൈനസ്, ഇതിൻ്റെ സൈൻ പ്ലസ്. ഇത് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ 0 കിട്ടും. പിന്നെ ബാക്കി ഇത് രണ്ടും ഞാൻ നോക്കുന്നു. 3xും 4xും ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടുന്നു? 7x. 16ഉം 12ഉം കൂടെ കൂട്ടിയാൽ 28. അപ്പോൾ മക്കളെ 7x എന്ന് പറയുന്നത് 28 ആണ്. x എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 28 ഡിവൈഡഡ് ബൈ 7 എത്ര കിട്ടുന്നു? 4. 28 ഡിവൈഡഡ് ബൈ 7 എത്ര കിട്ടുന്നു? 4 എന്ന് കിട്ടുന്നു. സോ എക്സിൻ്റെ വാല്യൂ നമുക്ക് എത്ര കിട്ടും? സോറി എക്സ് അല്ല, അത് തന്നെ, എക്സിൻ്റെ വാല്യൂ നമുക്ക് എത്ര കിട്ടുന്നു? 4 എന്ന് കിട്ടുന്നു. എക്സിൻ്റെ വാല്യൂ 4 എന്ന് കിട്ടും. ഇനി നമുക്ക് എന്താ വേണ്ടേ? അപ്പോൾ എക്സിൻ്റെ വാല്യൂ 4 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇനി എന്ത് കിട്ടും? വൈയുടെ വാല്യൂ കിട്ടത്തില്ല. എക്സിൻ്റെ വാല്യൂ നമ്മൾ 4 എന്ന് കിട്ടി, അത് നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? വൈയുടെ വാല്യൂ കിട്ടും. വൈയുടെ വാല്യൂ കിട്ടാനായിട്ട് നമുക്ക് വേണമെങ്കിൽ എക്സിൻ്റെ വാല്യൂ 4 എന്ന് കിട്ടിയില്ലേ? അപ്പോൾ ഈ ഇക്വേഷനിലോട്ട് ഈ ഇക്വേഷനിലോട്ട് എക്സിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ 3 × 4 മൈനസ് 8y ഇസ് ഈക്വൽ ടു 16. 3 × ഈ 4 എന്താ എടുത്തത്? എക്സിൻ്റെ വാല്യൂ 4 ആയതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ 4 × 3 12 മൈനസ് 8y ഇസ് ഈക്വൽ ടു 16. സോ മൈനസ് 8y എന്ന് പറയുമ്പം എത്ര കിട്ടുന്നു? -8y എന്ന് പറയുമ്പോൾ നമുക്ക് ഈ 16ൻ്റെ കൂടെ 12 പോയി കഴിയുമ്പോൾ എത്ര കിട്ടും? 4 എന്ന് കിട്ടുന്നു. സോ y ഈസ് ഈക്വൽ ടു 4 ഡിവൈഡഡ് ബൈ -8 എത്ര കിട്ടുന്നു? -1/2 എന്ന് കിട്ടുന്നു. -1/2 എന്ന് കിട്ടുന്നു. കണ്ടുപിടിക്കേണ്ടത് എന്തുവാ? കണ്ടുപിടിക്കേണ്ടത് a സ്ക്വയർ മൈനസ് 4b സ്ക്വയർ ആണ് കണ്ടുപിടിക്കേണ്ടത്. a സ്ക്വയർ മൈനസ് 4b സ്ക്വയർ. a സ്ക്വയർ എന്ന് പറയുമ്പോൾ 8ൻ്റെ സ്ക്വയർ, 4ൻ്റെ സ്ക്വയർ, മൈനസ് 4 × -1/2ൻ്റെ സ്ക്വയർ. സോ 4 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്ര? 16 ആണ്. മൈനസ് 4 × 1/2ൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 1ൻ്റെ സ്ക്വയർ, -1ൻ്റെ സ്ക്വയർ 1, 2ൻ്റെ സ്ക്വയർ 4. സോ ഇത് കട്ട് ചെയ്ത് പോകുന്നു. സോ 16 മൈനസ്, പിന്നെ ഇവിടെ ഒരു 1 ഉണ്ട്, 16ൽ നിന്ന് 1 കുറച്ചാൽ എത്ര കിട്ടും? 15. ഓപ്ഷൻ സി. യെസ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. സോ ആൻസർ സി. അടുത്ത ചോദ്യം, 4ാമത്തെ ചോദ്യം. x minus y minus √18 is equal to -1 and x plus y minus 3√2 is equal to 1. Then what is the value of 12xy into x square minus y square ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, സോ നോക്കാം. നമുക്ക് ആദ്യം എന്താ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്? എന്താ? x മൈനസ് വൈ എന്ന് പറയുന്നത്, x മൈനസ് വൈ മൈനസ് √18 എന്ന് പറയുന്നത് -1 ആണ്. വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത് വേറൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? x പ്ലസ് വൈ മൈനസ് 3√2 എന്ന് പറയുന്നത് എന്താണ്? 1 ആണ്. ഓക്കെ, ഞാൻ ഇതിൻ്റെ പുറകെ പോവുകയാണേ. ഫസ്റ്റ് ഇക്വേഷൻ്റെ പുറകെ പോവാം. അപ്പോൾ ഈ x മൈനസ് വൈ എന്ന് പറയുന്നത് √18 -1 എന്ന് എഴുതാമല്ലോ. കാരണം ഇവിടെ കിടന്ന -√18, ഇവിടെ കിടന്ന ഈ -√18 ഞാൻ എടുത്ത് ഇപ്പുറത്തോട്ട് ഇട്ടു. അപ്പോൾ എത്രയായി? -√18 ഇപ്പുറത്തോട്ട് വന്നപ്പോൾ +√18 -1 അങ്ങനെ ഞാൻ എഴുതി. കാരണം ഈ -1 ഇവിടെ കിടക്കുവാണ്. ഈ -8√18 ഇപ്പുറത്ത് വന്നപ്പോൾ എന്തായി? +√18 ആയി. അങ്ങനെ എഴുതാമല്ലോ. എഴുതി. ഓക്കെ, ഇനി അതേപോലെ ഇതിനെ എനിക്കപ്പോൾ മാറ്റി എഴുതാമല്ലോ. ഇതിനെ മാറ്റി എഴുതുമ്പോൾ എങ്ങനെ എഴുതാം? എനിക്ക്
എക്സ് പ്ലസ് വൈ is equal to 1 plus 3 root 2. കാരണം ഈ മൈനസ് ഇത് ഇപ്പുറത്തോട്ട് എക്സ് പ്ലസ് വൈക്ക് ഞാൻ എഴുതിയത് 8 എന്നായിപ്പോയി അല്ലേ പറയാം. എക്സ് പ്ലസ് വൈ. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്യുന്നു, ഇതിനെ മൊത്തത്തിൽ ഈ റൂട്ട് 18 ഇവിടുന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിനെ ഓരോന്നിനെ അങ്ങ് സ്ക്വയർ ചെയ്യുവാണ്. മൊത്തത്തിൽ ഇക്വേഷനെ ഞാൻ എന്ത് ചെയ്യണം, ഓരോന്നിനെ അങ്ങ് സ്ക്വയർ ചെയ്യുവാണ്. അപ്പോൾ സ്ക്വയർ ചെയ്യുമ്പോൾ ഇവിടെ എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു റൂട്ട് 18 സ്ക്വയർ എന്ന് പറയുമ്പോൾ 18 ആണ്. റൂട്ട് ഉള്ള ഒരു നമ്പറിൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ റൂട്ട് അങ്ങ് പോകത്തേ ഉള്ളൂ. ഇപ്പോൾ റൂട്ട് എക്സിൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ റൂട്ട് അങ്ങ് പോകും, വെറും എക്സ് ആയിരിക്കും. ഓക്കെ, സോ -1. അപ്പോൾ എനിക്ക് എന്ത് കിട്ടി, എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 17 ആയിരിക്കും. ശരിയല്ലേ? എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 17 ആയിരിക്കും. അതേപോലെ ഇപ്പുറത്ത് ചെയ്യുമ്പോൾ എന്തായിരിക്കും, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് പറയുമ്പോൾ 1ൻ്റെ സ്ക്വയർ 1 തന്നെ. 3 റൂട്ട് 2ൻ്റെ സ്ക്വയർ, 3യുടെ സ്ക്വയർ 9 ആണ്, റൂട്ട് 2ൻ്റെ സ്ക്വയർ 2 ആണ്. അപ്പോൾ എത്ര കിട്ടുന്നു, 3ൻ്റെ സ്ക്വയർ 9, 9 × 2 18. അപ്പോൾ അവിടെ എനിക്ക് കിട്ടി എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു 19. അപ്പോൾ കണ്ടോ, 2 സംഭവം നമുക്ക് കിട്ടി. എന്തുവാ, എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ 17 ആണെന്നും അതേപോലെ തന്നെ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ 19 ആണെന്നും കിട്ടി. ഇനി ഇത് 2 ഇക്വേഷൻ ആയിട്ട് ഇങ്ങോട്ട് മാറ്റി എഴുതുവാണേ. ഇത് തന്നെ എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു 17. അതേപോലെ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു 19. ഇത് തമ്മിൽ ഞാൻ സോൾവ് ചെയ്യുമ്പോൾ 2 തമ്മിൽ കൂട്ടി. അപ്പോൾ എക്സ് സ്ക്വയറോടെ കൂട്ടി, അപ്പോൾ 2x സ്ക്വയർ. ഇവിടെ മൈനസ് വൈ സ്ക്വയറും പ്ലസ് വൈ സ്ക്വയറോടെ കൂട്ടിയാൽ 0 ഈസ് ഈക്വൽ ടു 17ഉം 19ഉം 9 7 16 1 1 2 1 3. സോ 2x സ്ക്വയർ 36 ആണ്. അപ്പോൾ മക്കളെ എക്സ് സ്ക്വയർ എത്ര ആയിരിക്കും, 36 ഡിവൈഡഡ് ബൈ 2 18 ആയിരിക്കും. ശരിയാണോ? എക്സ് സ്ക്വയർ 18 ആണ്. അപ്പോൾ എക്സ് എത്ര, റൂട്ട് 18. എക്സ് എത്ര, റൂട്ട് 18. ശരിയാണോ? യെസ്. ഇനി നമുക്ക് എന്താ ചെയ്യുന്നത്, അപ്പോൾ നമുക്ക് എക്സിൻ്റെ വാല്യൂ എത്ര കിട്ടി, റൂട്ട് 18 എന്ന് കിട്ടി. ഇനി വൈയുടെ വാല്യൂ എന്തായിരിക്കും, വൈയുടെ വാല്യൂ ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. കാരണം എന്താ, നിങ്ങൾ ഇങ്ങോട്ട് നോക്കിക്കാൻ വേറെ കളർ എടുക്കാം. ഇവിടെ മക്കളെ എക്സ് മൈനസ് വൈ എന്ന് പറയുന്നത് റൂട്ട് 18 -1 എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അതെ, നിങ്ങൾ ഇങ്ങോട്ട് നോക്കിക്കേ, നമുക്ക് എക്സിൻ്റെ വാല്യൂ റൂട്ട് 18 എന്ന് കിട്ടിയില്ലയോ. അപ്പോൾ എക്സ് റൂട്ട് 18 ആണ്. മൈനസ് വൈ എത്ര ആയിരിക്കും, അപ്പം 1 ആയിരിക്കും. എക്സിൽ നിന്ന് വൈ കുറച്ചാൽ റൂട്ട് 18 -1 ആണ്. അതിൽ എക്സ് എന്ന് പറയുമ്പോൾ റൂട്ട് 18 എന്ന് കിട്ടി. അപ്പോൾ വൈ എന്ന് പറയുന്നത് എത്ര ആയിരിക്കും, 1 ആയിരിക്കും. സോ വൈ ഈസ് ഈക്വൽ ടു 1 എന്നും നമുക്ക് കിട്ടി അല്ലേ. സോ എക്സിൻ്റെയും വൈയുടെയും വാല്യൂ നമുക്ക് കിട്ടി. ഇനി നമ്മളോട് ഇവർ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്ന സാധനം എന്തുവാ, 12xy. സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ എഴുതുക കേട്ടോ. എക്സ് സ്ക്വയർ അല്ല, 12xy ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ. എടാ മക്കളെ 12 ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞാൽ എത്ര, റൂട്ട് 18. ഇനി വൈ എത്ര, വൈ 1 തന്നെയാണ്. ഇൻറ്റു 1 എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാം. ഇനി ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്തുവാ, ദാ കിടക്കുന്നു 17. അപ്പോൾ 17 എന്ന് എഴുതിയാൽ മതിയല്ലോ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ 12 ഇൻറ്റു റൂട്ട് 18 ഇൻറ്റു 17. അപ്പോൾ 12 ഇൻറ്റു 17, 12 ഇൻറ്റു റൂട്ട് 18 വേണമെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം, 3 റൂട്ട് 2 എന്ന് എഴുതാം. അതെന്താ, 18 നമ്മൾ ഫാക്ടറൈസ് ചെയ്ത് നോക്കണം. 18/2 9, 18 വീണ്ടും 3 കൊണ്ട് ഹരിച്ചാൽ 3, വീണ്ടും 3 കൊണ്ട് ഹരിച്ചാൽ 1. സോ 2 3 ഉണ്ടെങ്കിൽ ഒരു 3 ആയിട്ട് എഴുതണം. പിന്നെ എന്താണ്, പിന്നെ ബാക്കിയുള്ള ഈ 2 മാത്രമല്ലേ ഉള്ളൂ, അതിനെ എടുത്ത് റൂട്ടിൽ ഇടണം. സോ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന ഫാക്ടറൈസേഷൻ. അപ്പോൾ വീണ്ടും ഇങ്ങനെ എഴുതാം, 12 ഇൻറ്റു 18 പകരം എന്തെഴുതാം, 3 റൂട്ട് 2 ഇൻറ്റു 17. അപ്പോൾ 12 ഇൻറ്റു 17 ഇൻറ്റു 3 റൂട്ട് 2 എന്ന് കിട്ടും. അപ്പോൾ 12 ഇൻറ്റു 3 ഇൻറ്റു 17 എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര കിട്ടും, 612 എന്ന് കിട്ടും. 612 റൂട്ട് 2, 612 റൂട്ട് 2 എന്ന് കിട്ടും നമ്മുടെ ആൻസർ, വിച്ച് ഈസ് ഓപ്ഷൻ ഡി. യെസ്. അടുത്ത ചോദ്യം നോക്കാം. മക്കളെ x by 1 plus 1 is equal to 4, then what is the value of x square plus y square by y square? Okay.
അപ്പം നമുക്ക് ആദ്യം എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ വൈ സ്ക്വയർ ആ കണ്ടുപിടിക്കണ്ടേ. ഓക്കെ, അപ്പം ഇവരൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞിരിക്കുന്നത്? ഇവർ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ എക്സ് ബൈ വൈ പ്ലസ് 1 ഈസ് ഈക്വൽ ടു 4 എന്ന് പറഞ്ഞിട്ടുണ്ട്. ആണേ? യെസ്. അപ്പോൾ ഞാൻ ഇതിനെ അങ്ങ് സ്ക്വയർ ചെയ്യാൻ പോവാം. ഏതിനെ? എക്സ് ബൈ വൈ പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ. എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ എ സ്ക്വയർ, എക്സ് ബൈ വൈയുടെ സ്ക്വയർ എന്ന് പറയുമ്പോൾ എ സ്ക്വയർ എന്ന് പറയുമ്പോൾ എക്സ് സ്ക്വയർ ബൈ വൈ സ്ക്വയർ പ്ലസ് 2xy, സോറി, അല്ലെങ്കിൽ 2ab, എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab അല്ലേ. സോ എ സ്ക്വയർ ആയി. ഇനി 2ab എന്ന് പറയുമ്പോൾ 2 ഇൻറ്റു എക്സ് വൈ ഇൻറ്റു 1 അല്ലെങ്കിൽ 2xy പ്ലസ് 1ൻ്റെ സ്ക്വയർ, പ്ലസ് 1ൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 1, അങ്ങനെ എഴുതാം. അപ്പോൾ ഇത് നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എക്സ് സ്ക്വയർ ബൈ വൈ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു, നോക്കിക്കേ, എക്സ് വൈ എന്ന് പറഞ്ഞാൽ നമുക്ക് 3 ആയിട്ട് എഴുതരുതോ? കാരണം എന്താ? എക്സ് ബൈ വൈ എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു എക്സ് ബൈ വൈ, എക്സ് ബൈ വൈ പ്ലസ് 1 4 ആണെങ്കിൽ ഈ പ്ലസ് 1 ഇപ്പുറത്ത് വരുമ്പോൾ -3 ആവത്തില്ലേ? എടാ മക്കളെ, എടാ എക്സ് ബൈ വൈ പ്ലസ് 1 4 ആണെങ്കിൽ എക്സ് ബൈ വൈ എന്ന് പറഞ്ഞാൽ ഇത് 4 മൈനസ് 1 3 വരത്തില്ലേ? അത് തന്നെ. സോ എനിക്ക് 2 ഇൻറ്റു എക്സ് ബൈ വൈക്ക് വരെ 3 എഴുതാം. ഇൻറ്റു 1 എന്ന് പറയുമ്പോൾ അത് തന്നെ പ്ലസ് 1 എന്ന് പറയുന്നതായിരിക്കും. എക്സ് ഇതെന്ന് പറയുന്നത് 4 അല്ലേ? സോ നമ്മൾ ഇതിൻ്റെ സ്ക്വയർ എടുത്തു. അപ്പോൾ ഈ 4ൻ്റെയും സ്ക്വയർ എടുക്കണം. എത്ര കിട്ടും? 16. സോ എക്സ് സ്ക്വയർ ബൈ വൈ സ്ക്വയർ പ്ലസ് 6 ഈസ് ഈക്വൽ ടു 15 എന്ന് കിട്ടും. 15 എന്ന് കിട്ടും. ശരിയാണോ? അതെ. അപ്പോൾ നമുക്ക് എക്സ് സ്ക്വയർ ബൈ വൈ സ്ക്വയർ എന്ന് പറയുമ്പം ഈ പ്ലസ് ആർ ഇപ്പുറത്ത് പോകുമ്പോൾ എത്രയായി? 15 6 പോയാൽ എത്ര കിട്ടും? 9. സോ നമുക്കിവിടെ ഒരു കാര്യം കിട്ടി. എന്തുവാണ്? എക്സ് സ്ക്വയർ ബൈ വൈ സ്ക്വയർ, എക്സ് സ്ക്വയർ ബൈ വൈ സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാണ്? 9 ആണ്. കണ്ടുപിടിക്കേണ്ടത് എന്തുവാ? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ വൈ സ്ക്വയർ. നിങ്ങൾ ഇങ്ങോട്ട് നോക്കിക്കേ. എടാ മക്കളെ, ഈ എക്സ് സ്ക്വയർ ബൈ വൈ സ്ക്വയർ ഇതാ ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ 1 കൂട്ടിയേക്കുന്നതല്ലേ ഈ സാധനം? സംശയം ഉണ്ടെങ്കിൽ കൂട്ടി നോക്കിക്കോ. വൈ സ്ക്വയർ നമ്മൾ ഭിന്നസംഖ്യ തമ്മിൽ കൂട്ടുന്നത് എങ്ങനെ? വൈ സ്ക്വയർ ഇൻറ്റു 1 എത്ര കിട്ടും? വൈ സ്ക്വയർ. എക്സ് സ്ക്വയർ ഇൻറ്റു 1 എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇൻറ്റു 1 വൈ സ്ക്വയർ. അതെ. അപ്പോൾ എക്സ് സ്ക്വയർ ബൈ വൈ സ്ക്വയറിൻ്റെ കൂടെ 1 കൂട്ടിയാൽ നമ്മുടെ ഉത്തരം കിട്ടും, നമുക്ക് വേണ്ട സാധനം കിട്ടും. അപ്പോൾ എക്സ് സ്ക്വയർ ബൈ വൈ സ്ക്വയർ എന്ന് പറയുന്നത് എത്ര? 9. അതിൻ്റെ കൂടെ 1 കൂട്ടിയാൽ എത്ര കിട്ടും? 10. സോ ആൻസർ എത്ര? 10. ആൻസർ എത്ര കിട്ടും? ഓപ്ഷൻ സി 10 എന്ന് നമുക്ക് ആൻസർ കിട്ടും. അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം. If x, y, z are 3 integers such that x plus y is equal to 8, y plus z is equal to 13 and z plus x is equal to 17, then the value of x square by y is it? Okay. അപ്പോൾ നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? നമുക്ക് തന്നിട്ടുള്ള എന്തൊക്കെയാണ്? എക്സ് പ്ലസ് വൈ തന്നിട്ടുണ്ട് അല്ലേ? എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 8, വൈ പ്ലസ് ഇസഡ് ഈസ് ഈക്വൽ ടു 13, ഇസഡ് പ്ലസ് എക്സ് ഈസ് ഈക്വൽ ടു 17. ഓക്കെ, ഇവിടെ നോക്കിക്കേ, എക്സ് 2 എണ്ണം ഇല്ലേ? ഉണ്ട്. വൈ 2 എണ്ണം ഇല്ലേ? ഉണ്ട്. ഇസഡ് 2 എണ്ണം ഇല്ലേ? എന്ന് പറഞ്ഞാൽ ഇതെല്ലാം കൂടെ കൂട്ടിയാൽ എക്സ് 2 എണ്ണം വരും, വൈ 2 എണ്ണം വരും, ഇസഡ് 2 എണ്ണം വരും. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് ഈസ് ഈക്വൽ ടു എത്ര കിട്ടുന്നു? നമുക്ക് 38 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും നമുക്ക്? 38നെ 2 കൊണ്ട് ഹരിച്ചാൽ 19. എത്ര കിട്ടും? 19. അപ്പോൾ എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് എത്ര? 19. ഇനി ഇതിൽ നിന്ന് കണ്ടുപിടിക്കേണ്ട മറ്റൊരു കാര്യം എന്താണ്? നമുക്ക് ഇതിൽ എക്സും വൈ ഇസഡിൻ്റെ വാല്യൂ കിട്ടണം. അപ്പോൾ നമുക്ക് ആദ്യം എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. എക്സിൻ്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കും? എക്സും വൈ ഇസഡും എല്ലാം കൂടെ കൂട്ടിയാൽ എത്ര കിട്ടും? 19 കിട്ടും അല്ലേ? എക്സും വൈ ഇസഡും എല്ലാം കൂടെ കൂട്ടിയാൽ 19 കിട്ടും. അതിൽ നിന്ന് നിങ്ങൾക്ക് എക്സ് മാത്രം വേണമെങ്കിൽ ആരെ കുറയ്ക്കണം?
എക്സും ഇപ്പൊ എക്സും വൈ ഇസഡും കൂടെ കൂട്ടിയതിന്റെ തുക നിങ്ങൾക്ക് അറിയാം 19 എക്സും വൈ ഇസഡും കൂടെ കൂട്ടിയാൽ 19 കിട്ടും. അതിൽ നിന്ന് എക്സ് മാത്രം വേണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, വൈയും ഇസഡും അങ്ങ് കുറച്ച് കളഞ്ഞാൽ മതി. അപ്പോൾ 19 മൈനസ് 13 എത്ര കിട്ടും, 6. ഇനി വൈ എങ്ങനെ കണ്ടുപിടിക്കും, എക്സും വൈ ഇസഡും കൂടെ കൂട്ടിയാൽ എത്ര കിട്ടും, 19 കിട്ടും. അതിൽ നിന്ന് വൈ മാത്രം വേണമെങ്കിൽ വൈ ഇല്ലാത്തവരെ അതിൽ നിന്ന് കുറച്ച് കളയണം, വൈ ഇല്ലാത്തവരെ കുറയ്ക്കണം. വൈ ഇല്ലാത്തവരെന്ന് പറയുമ്പോൾ ആരാ, ഇസഡും എക്സും, ഇസഡും എക്സും. അപ്പോൾ വൈ കിട്ടണമെങ്കിൽ വൈ ഒഴിച്ച് ബാക്കി എല്ലാത്തിനും അതിൽ നിന്ന് കുറച്ച് കളയണം. അപ്പോൾ 19 എല്ലാം കൂടെ കൂട്ടുമ്പോൾ ഉള്ളത്. വൈ ഇല്ലാത്തതെന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്, ഇസഡും എക്സും. എത്ര, 17. എത്ര കിട്ടുന്നു, 2. അടുത്തത് ഇസഡ്, എക്സും വൈ ഇസഡും കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടും, 19. അതിൽ നിന്ന് എന്ത് കുറയ്ക്കണം നമുക്ക്, ഇസഡ് ഇല്ലാത്തത് കുറയ്ക്കും. ഇസഡ് ഇല്ലാത്തതെന്ന് പറയുമ്പോൾ ഏതാ ഉള്ളത്, എക്സും വൈയും. അപ്പോൾ എത്ര കിട്ടും നമുക്ക്, 11 കിട്ടി അല്ലേ. കണ്ടുപിടിക്കേണ്ടത് എന്തുവാ, എക്സ് സ്ക്വയർ ബൈ വൈ ഇസഡ്. എക്സ് സ്ക്വയർ ബൈ വൈ ഇസഡ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എക്സ് സ്ക്വയർ ബൈ വൈ ഇസഡ്. എക്സ് സ്ക്വയർ എന്ന് പറയുമ്പോൾ എക്സിൻ്റെ സ്ക്വയർ ആറിൻ്റെ സ്ക്വയർ ഡിവൈഡഡ് ബൈ, സോറി വൈ സ്ക്വയർ അല്ല, വൈ ഇസഡ് ആ കണ്ടുപിടിക്കുക. എക്സ് സ്ക്വയർ ബൈ വൈ ഇസഡ്. വൈയുടെ വാല്യൂ എത്ര, വൈയുടെ വാല്യൂ വൈ 2, ഇസഡിൻ്റെ വാല്യൂ 11. സോ ആറിൻ്റെ സ്ക്വയർ 36, 11 ഇൻറ്റു 2 എത്ര കിട്ടും, 22. അപ്പോൾ 36ൻ്റെ പകുതി 18, 22ൻ്റെ പകുതി 11, 18/11. യെസ്, ഓപ്ഷൻ ബി 18/11 എന്ന് നമുക്ക് ആൻസർ കിട്ടും. അടുത്ത ചോദ്യം. എക്സ് വൈ ഇസഡ് ആർ 3 numbers such that എക്സ് പ്ലസ് വൈ 13, വൈ പ്ലസ് ഇസഡ് 15, ഇസഡ് പ്ലസ് എക്സ് 16. നേരത്തെ ചെയ്ത അതേപോലെയുള്ള ചോദ്യമാണ്. നോക്കാം നമുക്ക്, വാല്യൂ മാത്രമേ മാറുന്നുള്ളൂ. സോ ഇവിടെയും എക്സ് പ്ലസ് വൈ 13, അതേപോലെ വൈ പ്ലസ് ഇസഡ് 15, അതേപോലെ എക്സ് പ്ലസ് ഇസഡ് എത്രയാണ്, 16. അപ്പോൾ നമ്മളെല്ലാം കൂടി ഇവിടെ നേരത്തെ നോക്കിക്കേ, എക്സ് 2 ഉണ്ട്, വൈ 2 ഉണ്ട്, ഇസഡ് 2 ഉണ്ട് അല്ലേ. അപ്പോൾ എല്ലാം 2 വീതമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതെല്ലാം കൂടെ കൂട്ടുന്നു. അതായത് 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് ഈസ് ഈക്വൽ ടു, ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടും, 16, 13, 15 എല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 44 കിട്ടുന്നു. അപ്പോൾ അതിൽ നിന്ന് നേരത്തെ പറഞ്ഞ പോലെ എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് എന്ന് പറയുമ്പോൾ എത്ര കിട്ടും നമുക്ക്, 44 ഡിവൈഡഡ് ബൈ 2, 22. അപ്പോൾ എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് എത്ര കിട്ടി, 22 എന്ന് കിട്ടി. നമുക്കിനി ഓരോ നേരത്തെ ചെയ്ത പോലെ ഓരോന്ന് കണ്ടുപിടിക്കാം. എക്സ് എന്ന് പറയുമ്പോൾ എത്ര ആയിരിക്കും, എല്ലാം കൂടെ കൂട്ടിയാൽ 22 കിട്ടും. അതിൽ നിന്ന് എക്സ് ഇല്ലാത്തതെന്ന് പറയുമ്പോൾ വൈയും ഇസഡും കുറയ്ക്കണം. വൈയും ഇസഡും കുറയ്ക്കുമ്പോൾ 22 മൈനസ് 15 എത്ര കിട്ടുന്നു, 7. ഇനി വൈ എത്രയെന്ന് ചോദിച്ചാൽ എക്സും വൈയും ഇസഡും കൂടെ കൂട്ടിയാൽ 22 കിട്ടും. അതിൽ നിന്ന് എന്ത് കുറയ്ക്കണം, എക്സും ഇസഡും കൂടെ കുറയ്ക്കണം. എത്രയാണ്, 16 കുറയ്ക്കണം. അപ്പോൾ എത്ര കിട്ടും, 6. ഇനി ഇസഡ് കണ്ടുപിടിക്കണമെങ്കിൽ എല്ലാം കൂടെ കൂട്ടുമ്പോൾ കിട്ടുന്ന 22-ൽ നിന്ന് ഇസഡ് ഇല്ലാത്തത് കുറയ്ക്കണം. ഇസഡ് ഇല്ലാത്തതെന്ന് പറയുമ്പോൾ എക്സ് പ്ലസ് വൈ 13 എത്ര കിട്ടുന്നു, 9. അപ്പോൾ എക്സും വൈയും ഇസഡും കിട്ടി. കണ്ടുപിടിക്കേണ്ടത് എന്തുവാ, എക്സ് വൈ പ്ലസ് എക്സ് ഇസഡ് ഡിവൈഡഡ് ബൈ എക്സ് വൈ ഇസഡ്. എക്സ് വൈ പ്ലസ് എക്സ് ഇസഡ് ഡിവൈഡഡ് ബൈ എക്സ് വൈ ഇസഡ്. ഇത് ചെയ്യാൻ നമുക്ക് വേണമെങ്കിൽ ഇതിനെ നമുക്ക് ഒന്നുകൂടെ നമ്മുടെ വഴിക്ക് ഇതിനെ കൊണ്ടുവരാം. അതായത് രണ്ടിടത്ത് എക്സ് ഉണ്ടല്ലോ ഇവിടെ, അപ്പോൾ എക്സ് കോമൺ ആയിട്ട് ഇങ്ങനെ പുറത്തെടുത്തു, ഇൻറ്റു വൈ ഇസഡ് ഡിവൈഡഡ് ബൈ വൈ പ്ലസ് ഇസഡ് ഡിവൈഡഡ് ബൈ എന്താണ്, എക്സ് വൈ ഇസഡ്. അപ്പോൾ അതാണ്ട് ഈ എക്സും നമുക്ക് കട്ട് ചെയ്ത് കളയാം. പിന്നെ നമുക്ക് എന്താ വരുന്നത്, വൈ പ്ലസ് ഇസഡ് ഡിവൈഡഡ് ബൈ വൈ ഇസഡ്. അപ്പം വൈ പ്ലസ് ഇസഡ് ഡിവൈഡഡ് ബൈ വൈ ഇസഡ്. അപ്പോൾ വൈ പ്ലസ് ഇസഡ് എന്ന് പറയുമ്പോൾ വൈ എത്ര, വൈ 6, ഇസഡ് 9 ഡിവൈഡഡ് ബൈ 6 ഇൻറ്റു 9. 6 9 15, 9 6 54, 15/54. 2നെ 3 കൊണ്ട് ഹരിക്കാം. അപ്പോൾ എത്ര കിട്ടും, 5 ഡിവൈഡഡ് ബൈ 18. സോ ആൻസർ എത്ര കിട്ടും, 5 ഡിവൈഡഡ് ബൈ 18. യെസ്, 5 ഡിവൈഡഡ് ബൈ 18. അടുത്ത ചോദ്യം, ഫൈൻഡ് ദ സീറോസ് ഓഫ് ദ പോളിനോമിയൽ എക്സ് ക്യൂബ് മൈനസ് 24x സ്ക്വയർ പ്ലസ് 191x മൈനസ് 504. വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റും. ഞാൻ ഈ പറയുന്ന ഷോർട്ട് കട്ട് നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. അതായത് ഈ എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻ്റ് ഉണ്ടല്ലോ 24,
അതായത് ഓപ്ഷനിൽ ഏതൊക്കെ കൂട്ടുമ്പോഴാണോ 24 കിട്ടുന്നത് എന്ന് നോക്കിയാൽ മതി. ഓപ്ഷൻസിലെ അക്കങ്ങൾ തമ്മിൽ കൂട്ടുക, അത് കൂട്ടുമ്പോൾ 24 കിട്ടുന്നുണ്ടോ അതാണ് നിങ്ങളുടെ ആൻസർ. അപ്പോൾ ഇവിടെ നോക്കിക്കേ, 6 5 11 8 19 കിട്ടുന്നില്ല. 8 7 15 9 24 കിട്ടുന്നുണ്ട്. 7 6 13 8 21 കിട്ടുന്നില്ല. 6 4 10 8 18. അപ്പോൾ കിട്ടുന്നത് ഇത് മാത്രമേ ഉള്ളൂ. സോ നിങ്ങളുടെ ആൻസർ ഓപ്ഷൻ ബി ആയിരിക്കും. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ചോദിക്കും, സാർ ഇത് ഇങ്ങനെ പഠിച്ചുകൊണ്ട് പോയാൽ മതിയോ? ഇതിൻ്റെ കാര്യം പഠിക്കണ്ടേ? ഇതിൻ്റെ ലോജിക്ക് എന്താണെന്ന് അറിയണ്ടേ? പറഞ്ഞുതരാം, നോക്കിക്കോ മക്കളെ. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഇത് സംഭവം ഇതിൻ്റെ സീറോസ് ഓഫ് പോളിനോമിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ റൂട്ടാണ്, ഇതിൻ്റെ എക്സിൻ്റെ വാല്യൂസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമ്മളിതിനെ ചെയ്യുന്നത്, നമ്മളിതിനെ ഫാക്ടറൈസ് ചെയ്യുക എന്നുള്ളതാണ്. എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ഇല്ലാത്ത കോൺസ്റ്റൻറ്റ് ടൈം ഉണ്ടല്ലോ ഈ പോളിനോമിയലിൽ, അതിനെ നമ്മൾ ഫാക്ടറൈസ് ചെയ്യുക. നമ്മൾ 504നെ ഫാക്ടറൈസ് ചെയ്യുക. അപ്പം 504 ഡിവൈഡഡ് ബൈ 2 എത്ര കിട്ടുന്നു? 252. വീണ്ടും 2 കൊണ്ട് ഹരിച്ചാൽ 126. വീണ്ടും 2 കൊണ്ട് ഹരിച്ചാൽ 63. വീണ്ടും 2 കൊണ്ട് പറ്റത്തില്ല, 3 കൊണ്ട് ഹരിച്ചാൽ എത്ര കിട്ടും? 63നെ 3 കൊണ്ട് ഹരിച്ചാൽ 21. വീണ്ടും 3 കൊണ്ട് ഹരിച്ചാൽ 7. വീണ്ടും 7 കൊണ്ട് ഹരിച്ചാൽ 1. ഇനി വല്ലതും പറ്റുമോ? ഇല്ല. അപ്പോൾ നമ്മൾ എഴുതുന്നു 2 × 2 × 2 × 3 × 3 × 7. ഓക്കെ, ഇനി ഇതിൽ നിന്ന് നമ്മൾ 3 കോമ്പിനേഷൻ ഉണ്ടാക്കണം. ബിക്കോസ് ഇതൊരു 3rd ഡിഗ്രി ഇക്വേഷനാണ്. അപ്പം 3 കോമ്പിനേഷൻ നമുക്ക് എക്സിന് അപ്പം 3 വാല്യൂസ് ഉണ്ടാവും. അപ്പം 3 കോമ്പിനേഷൻ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പം 504 കിട്ടണം. സോ ഇത് എന്ന് പറയുന്നത് എന്തായിരിക്കണം? പ്രോഡക്റ്റ് ആയിരിക്കണം. ഇത് എന്ന് പറയുന്നത് സമ്മു ആയിരിക്കണം. അത്ര ഓർത്താൽ മതി. അപ്പോൾ ഇവിടെ ഞാനിപ്പം വളരെ സിമ്പിളായിട്ടൊരു കോമ്പിനേഷൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ പറയരുത്, 2 × 2 × 2 8, 3 × 3 9, പിന്നെ 7. കൂട്ടി നോക്കിക്കേ, 8 9. അപ്പോൾ എത്ര കിട്ടി? സം എത്ര കിട്ടി? 8 9 17 7 24. പ്രോഡക്റ്റോ 8 × 9 × 7 അല്ലേ? എത്ര കിട്ടുന്നു? 504 കിട്ടുന്നുണ്ട്. അപ്പോൾ കറക്റ്റാ. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഇതാണ് എക്സിൻ്റെ വാല്യൂ, അതായത് x-8 അല്ലെങ്കിൽ x+8. ഇതിൻ്റെ നമ്മൾ അങ്ങനെ റൂട്ട്, ഇപ്പോൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നമ്മൾ റൂട്ട് കണ്ടുപിടിക്കുമല്ലോ, അതാണ് ഈ സംഭവം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സീറോസ് എന്ന് പറയുന്നത്. അപ്പോൾ സീറോസ് അല്ലെങ്കിൽ ഇതിൻ്റെ സൊല്യൂഷനാണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. സോ 8 9 7. അപ്പോൾ അതിൻ്റെ ഷോർട്ട് കട്ടാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ഇത്ര ഓർത്താൽ മതി. എന്ത് ചെയ്യുക, ഇതിൽ എന്തായാലും ഈ സൊല്യൂഷൻസ് തമ്മിൽ കൂട്ടുമ്പോൾ, അല്ലെങ്കിൽ എക്സിൻ്റെ റൂട്ട് ഇത് തമ്മിൽ കൂട്ടുമ്പോൾ നമുക്ക് ഈ 24 കിട്ടണം. അതുപോലെ ഗുണിച്ചാൽ എത്രയും കിട്ടണം? 504 കിട്ടണം. സോ അങ്ങനെ വരുന്ന ഏതായിരിക്കും ഇതിനകത്തിലുള്ളത് എന്ന് നോക്കിയാൽ മതി. എത്ര കിട്ടുന്നു? 24x² എന്ന് നമുക്ക് കിട്ടുന്നത്. ചിലപ്പോൾ ഞാനിപ്പം ആദ്യം പറഞ്ഞപ്പം ഈ സമ്മിൻ്റെ കാര്യം മാത്രമേ പറയുന്നുള്ളൂ. സമ്മ് 2 എണ്ണം ഈ 24 കിട്ടുവാണെങ്കിൽ, സമ്മ് ഇപ്പം ഇവിടെയും 24 കിട്ടി, വേറെ 3 എണ്ണം കൂട്ടുമ്പോഴും നിങ്ങൾ 24 കിട്ടി. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്തുകൂടെ ചെക്ക് ചെയ്ത് നോക്കണം? പ്രോഡക്റ്റൂടെ എടുത്ത് നോക്കണം 504 കിട്ടുന്നുണ്ടോ എന്ന്. അങ്ങനെ ഇത് രണ്ടും ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം. ഇത് രണ്ടും, അതായത് സമ്മ് 24 കിട്ടുന്നുണ്ട്, പ്രോഡക്റ്റ് 504 കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം ആൻസർ എത്രയായിരിക്കും? ഇത് ഈ പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻ ആയിരിക്കും, 7 8 9 ആയിരിക്കും. യെസ്. സോ അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. അടുത്ത ചോദ്യം, question number 9. X is equal to 3 plus 2 root 2, then find the value of x² plus 1 by x². നോക്കിക്കോ, അതായത് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് x is equal to 3 plus 2 root 2. ഓക്കെ, കണ്ടുപിടിക്കേണ്ടത് എന്താണ്? x² plus 1 by x² ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യമേ തന്നെ x² കണ്ടുപിടിക്കാൻ പോവാം. x² എന്ന് പറയുമ്പം ഇതിൻ്റെ സ്ക്വയർ അല്ലേ, അതായത് 3 plus 2 root 2ൻ്റെ സ്ക്വയർ ആണ്. ഓക്കെ, അപ്പോൾ a plus b the whole square, a plus b the whole square. അപ്പോൾ എന്ത് കിട്ടുന്നു? ആദ്യം നമ്മൾ a² 3² plus 2 × 3 × 2 root 2 a² plus 2ab plus b². b² എന്ന് പറയുമ്പോൾ 2 root 2ൻ്റെ സ്ക്വയർ. ചിലർ a² plus b² plus 2ab എന്ന് എഴുതി, അങ്ങനെ വേണം എഴുതാൻ കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ 3² 9 കിട്ടുന്നു. ഇത് എത്ര കിട്ടുന്നു? 3 × 2 എത്ര കിട്ടുന്നു? 3 × 2 6, പിന്നെ
2 റൂട്ട് 2. 2 റൂട്ട് 2 എന്ന് പറയുമ്പോൾ 3 into 2 6 12 റൂട്ട് 2 എന്ന് നമുക്ക് എഴുതാമല്ലോ. 12 റൂട്ട് 2 പ്ലസ് 2 റൂട്ട് 2ൻ്റെ സ്ക്വയർ. 2ൻ്റെ സ്ക്വയർ 4, റൂട്ട് 2ൻ്റെ സ്ക്വയർ 2, സോ 4 into 2 8. സോ നമുക്ക് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ എത്ര കിട്ടി? 8 9 17. 17 പ്ലസ് 2 റൂട്ട് 2 എന്ന് കിട്ടി. 17 പ്ലസ് 2 റൂട്ട് 2 എന്ന് കിട്ടി. അപ്പോൾ എനിക്ക് എക്സ് സ്ക്വയർ കിട്ടി. എക്സ് സ്ക്വയർ കിട്ടി. ഇനി എനിക്കിത് തമ്മിൽ കൂട്ടിയാൽ മതി. എക്സ് സ്ക്വയർ പ്ലസ് 1/x സ്ക്വയർ അല്ലേ? അപ്പോൾ എക്സ് സ്ക്വയറിൻ്റെ കൂടെ 1/x സ്ക്വയറൂടെ വേണം. അപ്പോൾ ഞാൻ ഇനി അടുത്തത് കണ്ടുപിടിക്കാൻ പോകുന്നത് 1/x സ്ക്വയർ. 1/x സ്ക്വയർ എങ്ങനെ കണ്ടുപിടിക്കും? 1x സ്ക്വയർ 17 പ്ലസ് 2 റൂട്ട് 2 അല്ലേ? സോ 1 ഡിവൈഡഡ് ബൈ 17 പ്ലസ് 2 റൂട്ട് 2. ഇനി ഇതിന് കുറച്ചുകൂടെ ഒരു ഭംഗിക്ക് വേണ്ടി ഞാനിവിടെ ചെയ്യുന്നൊരു കാര്യം, ഞാൻ താണ്ട് ഒരു ഫ്രോഡ് പരിപാടി ഇവിടെ കാണിക്കാൻ പോവാം. 17 മൈനസ് 2 റൂട്ട് 2, 17 മൈനസ് 2 റൂട്ട് 2. അതെന്താണ് ഫ്രോഡ് പരിപാടി എന്ന് ചോദിച്ചാൽ എന്നെ നിങ്ങൾക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല. ടെക്നിക്കലി നിങ്ങൾക്ക് എന്നെ കുറ്റം പറയാൻ പറ്റത്തില്ല. കാരണം എന്താ? ഒരു സംഖ്യ ആ സംഖ്യ കൊണ്ട് തന്നെ ഹരിച്ചാൽ 1 കിട്ടും. അപ്പോൾ ഞാൻ ഈ വാല്യൂവിന് ചേഞ്ച് ഒന്നും വരുത്തിയിട്ടില്ല. ഓക്കെ, പക്ഷേ അതുകൊണ്ട് എനിക്ക് കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചാൽ എന്താ? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന രൂപത്തിൽ എഴുതാം. അപ്പോൾ 1 ഇൻറ്റു 17 മൈനസ് 2 റൂട്ട് 2 എന്ന് പറയുമ്പോൾ 17 മൈനസ് 2 റൂട്ട് 2 തന്നെ കിട്ടും. ഇനി പിന്നെ ഡിവൈഡഡ് ബൈ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. എ സ്ക്വയർ മൈനസ് 17 ഇൻറ്റു 17 എത്ര കിട്ടും? 17ൻ്റെ സ്ക്വയർ 289 മൈനസ് 2 റൂട്ട് 2ൻ്റെ സ്ക്വയർ 2ൻ്റെ എ പ്ലസ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ അല്ലേ? സോ 2 റൂട്ട് 2 അല്ലല്ലോ, 12 റൂട്ട് 2 ആണ്. ഇവിടെ എടുക്കുക, 12 റൂട്ട് 2 ആണ്. 12 റൂട്ട് 2. കാരണം ഇവിടുത്തെ 12 റൂട്ട് 2 ഞാൻ ഇങ്ങോട്ട് എഴുതിയപ്പം എനിക്ക് പറയാനുള്ള എളുപ്പത്തിനാണെന്ന് തോന്നുന്നു ഞാനത് 2 റൂട്ട് 2 എന്ന് വായിച്ചു. ഇത് എൻ്റെ സ്ഥിരം കുഴപ്പമാണ്. ഞാൻ ഈ നമ്പേഴ്സ് എനിക്ക് തോന്നുന്ന പോലെ എടുത്ത് വെച്ച് വായിച്ചൊക്കെ ചെയ്യാറുണ്ട്. എന്നിട്ട് അവസാനം വരുമ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത് ഞാൻ എടുത്തതിൽ തെറ്റിപ്പോയത്. ഇത് പക്ഷേ നിങ്ങൾക്കുള്ളൊരു ഡെമോൺസ്ട്രേഷനാണ്. ഒരിക്കലും നിങ്ങൾ ഇങ്ങനെ ആവരുത് എന്നെ പോലെ. ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ പല കണക്ക് കൂട്ടലുകൾ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ എൻ്റെ മനസ്സിൽ വരാറുണ്ട്. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല കേട്ടോ. അതുകൊണ്ടാണ് എനിക്ക് ചിലപ്പോൾ ഞാൻ ഇവിടെ 2 കണ്ടിട്ട് ചിലപ്പോൾ ഞാൻ അവിടെ 12 എഴുതി വെക്കുന്നത്. ഞാൻ ഇതിൻ്റെ ഇടയ്ക്കും ഈ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചിലപ്പോൾ പല കാര്യങ്ങളിലൊക്കെ ഞാൻ പല പ്ലാനിങ്ങുകളും ഒക്കെ ആയിരിക്കും എൻ്റെ മനസ്സിലൂടെ പോകുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. ഇവിടെ നമുക്ക് ഈ 12 റൂട്ട് 2 ഞാനെടുത്ത് ഇങ്ങോട്ട് എഴുതിയപ്പോൾ എന്തായിപ്പോയി? 2 റൂട്ട് 2 ആയി. ഇത്രയും നേരം ഞാൻ അതാ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ അല്ല, 12 റൂട്ട് 2 ആണ്. അപ്പോൾ 12 റൂട്ട് 2ൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 12ൻ്റെ സ്ക്വയർ എത്രയാണ്? 144 ഇൻറ്റു 2 എത്ര കിട്ടും? 288 എന്ന് കിട്ടും. അപ്പോൾ നോക്കിക്കോ, 17 മൈനസ് 2 റൂട്ട് 2 ഡിവൈഡഡ് ബൈ അല്ലെ 17 മൈനസ് 2 റൂട്ട് 2 ഡിവൈഡഡ് ബൈ 1 എന്ന് കിട്ടും. എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? 17 മൈനസ് 2 റൂട്ട് 2 തന്നെ. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സ് സ്ക്വയറും കിട്ടി, 1/x സ്ക്വയറും കിട്ടി. ഇത് തമ്മിൽ കൂട്ടിയാൽ മതിയല്ലോ. എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്ര? എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 17 പ്ലസ് 12 റൂട്ട് 2 ആണ്. പിന്നെ പ്ലസ് 1/x സ്ക്വയർ എന്ന് പറയുമ്പോൾ 17 മൈനസ് 12 റൂട്ട് 2 ആണ്. ഇത് തമ്മിൽ കൂട്ടുമ്പോൾ 17 കൂട്ടിയാൽ 34, പിന്നെ പ്ലസ് 12 റൂട്ട് 2 മൈനസ് 12 റൂട്ട് 2 ക്യാൻസൽ ചെയ്ത് പോകുന്നു. സോ ആൻസർ എത്ര കിട്ടുന്നു? 34. ഓപ്ഷൻ എ 34. യെസ്. അടുത്ത ചോദ്യം. യെസ്, 34 എന്ന് കിട്ടി. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ ഇപ്പോൾ ഇതിന് നമുക്ക് വേണമെങ്കിൽ റൂൾ ഉപയോഗിച്ച് ചെയ്യാം. ഇപ്പോൾ നമ്മൾ തുടക്കത്തിൽ കുറേ റൂൾസ് ഞാൻ കാണിച്ചിരുന്നു. അപ്പോൾ അതിൽ എക്സ് പ്ലസ് 1/x ഈസ് ഈക്വൽ ടു 4 ആണെങ്കിൽ എക്സ് സ്ക്വയർ പ്ലസ് 1/x റേസ് ടു 4 പ്ലസ് 1/x റേസ് ടു 4 എത്രയാണ് എന്ന് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ തുടക്കത്തിൽ ഒരു റൂള് കാണിച്ചായിരുന്നു. നമുക്ക് ഫസ്റ്റ് സ്ലൈഡിലേക്ക് പോവാം. തോണ്ടി അവിടെ ചെല്ലുമ്പോഴത്തേക്ക് അയ്യോ ഇതുവരെ എത്തിയില്ലേ? ഇതാ ഇവിടെ നോക്കിക്കോ. നമുക്ക് എക്സ് സ്ക്വയർ പ്ലസ് 1/x ഈസ് ഈക്വൽ ടു എ. ദെൻ ഇതല്ലേ നമ്മുടെ റൂള്, ഈ സാധനം എക്സ് സ്ക്വയർ എക്സ് പ്ലസ് 1/x എന്ന് പറയുന്നത് എ ആണെങ്കിൽ എക്സ് റേസ് ടു 4 പ്ലസ് 1/x റേസ് ടു 4 എത്രയാണ്? ഞാൻ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാമേ. ഇവിടെ ഹൈലൈറ്ററൊക്കെ സമയത്ത് ഒരെണ്ണം കാണത്തില്ല. എവിടെ പോയി? ഇതാണ്ട് കിടക്കും. ഇവിടെ മക്കളെ എക്സ് പ്ലസ് 1/x എ ആണെങ്കിൽ എക്സ് റേസ് ടു 4 പ്ലസ് 1/x റേസ് ടു 4. സൂപ്പർ.
കറണ്ട് പോയിരിക്കുകയാണ്, സാരമില്ല. അപ്പോൾ എക്സ് പ്ലസ് 1/x എ ആണെങ്കിൽ x⁴ പ്ലസ് 1/x⁴ ഈസ് ഈക്വൽ ടു a⁴ മൈനസ് 4a² പ്ലസ് 2. എന്താണ്? a⁴ മൈനസ് 4a², a⁴ മൈനസ് 4a² പ്ലസ് 2. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഈ റൂൾ വെച്ചിട്ട് എക്സ് പ്ലസ് 1/x എ അല്ലെങ്കിൽ 4 ആണെങ്കിൽ x⁴ പ്ലസ് 1/x⁴ എന്ന് പറഞ്ഞാൽ a⁴ മൈനസ് 4a² പ്ലസ് 2. അപ്പം a⁴ എന്ന് പറയുമ്പോൾ എത്രയാണ്? 4⁴ മൈനസ് 4 ഇൻറ്റു എന്ന് പറയുമ്പോൾ 4 ആണ്. സോ 4² പ്ലസ് 2. 4⁴ 4ൻ്റെ സ്ക്വയർ എത്ര? 4⁴ എന്ന് പറഞ്ഞാൽ എന്താ? 4⁴ സ്ക്വയർ അല്ലേ? 4² 16 ആണ്. അപ്പോൾ 16ൻ്റെ സ്ക്വയർ എത്രയാണ്? 256. സോ 256 മൈനസ് 4ൻ്റെ സ്ക്വയർ എത്ര മക്കളെ? 4ൻ്റെ സ്ക്വയർ 16 ഇൻറ്റു 4 64 പ്ലസ് 2. അപ്പോൾ 256 മൈനസ് 62. 256 മൈനസ് 62 എന്ന് കിട്ടും. 256 62 കുറച്ചാൽ നമുക്ക് എത്ര കിട്ടും? 194 എന്ന് കിട്ടും. സോ ആൻസർ എത്രയാണ്? 194, 194 എന്ന് കിട്ടും. അപ്പോൾ ഇത് കുറച്ചുകൂടി ഞാൻ ആക്ച്വലി ഈ ഒരു സ്ലൈഡിൽ 15ഓളം ചോദ്യങ്ങൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തൽക്കാലം ഞാൻ ഇവിടെ വെച്ച് നിർത്താം. ഇനി ഇതിൻ്റെ ഒരു പാർട്ട് 2 ഉണ്ടാവും. അപ്പോൾ അതിൽ നമുക്ക് കൂടുതൽ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് ചെയ്യാം. അപ്പോൾ എന്തായാലും ഇന്ന് ഇപ്പോൾ ഇങ്ങനെ നിൽക്കട്ടെ. അപ്പോൾ ഈ 10 ചോദ്യങ്ങൾ വരെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. എന്നിട്ട് ഇനിയും കുറച്ച് ചോദ്യങ്ങൾ, ഞാനിപ്പോൾ 15 ചോദ്യങ്ങളാണ് എടുത്തിരുന്നത്. അപ്പോൾ സമയം ഒരുപാട് ഇപ്പോൾ തന്നെ ഒരു കറണ്ട് വന്നതിൻ്റെ ആണേ, അതുകൊണ്ട്. അപ്പോൾ ഇപ്പോൾ തന്നെ ഏകദേശം എത്ര മിനിറ്റ്? 45 മിനിറ്റോളം ഉണ്ട്. അതിലെന്തായാലും കട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ എന്തായാലും ഒരു 10-40 മിനിറ്റിന് മുകളിലുണ്ടാവും. അപ്പോൾ ഒരുപാട് ലെങ്തി ആയിട്ട് പോകുന്ന വീഡിയോ. അപ്പോൾ അതുകൊണ്ട് തൽക്കാലം നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ കൊണ്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. നമുക്കിനി ഇതിൻ്റെ ബാക്കി ചോദ്യങ്ങളുണ്ട്. നമുക്കൊരു സെക്കൻഡ് പാർട്ട് വീഡിയോ നിങ്ങൾക്ക് ഇതൊക്കെ കണ്ടു നോക്കിയിട്ട് നിങ്ങൾ വേണമെന്ന് കമൻറ്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അതെടുക്കാം. എന്തായാലും ഉണ്ടാവും സെക്കൻഡ് പാർട്ട് എന്തായാലും. കാരണം ഈ ചെയ്യാൻ വിട്ടുപോയ ചോദ്യങ്ങളെങ്കിലും നമുക്ക് ചെയ്യണം. പിന്നെ അതല്ലാതെ വേറെയും ഒരുപാട് ചോദ്യങ്ങൾ. നമ്മുടെ ബുക്ക് നിങ്ങൾ പർച്ചേസ് ചെയ്യുക, വാങ്ങിക്കുക. QA മാത്രമായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാം. പക്ഷേ നിങ്ങൾക്ക് ലാഭം എപ്പോഴും എല്ലാം കൂടെ വാങ്ങിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ 15 ബുക്കുകളുണ്ട്. അപ്പോൾ QAയുടെ തന്നെ ഈ ബുക്കിനകത്തിലൊക്കെ ആയിരക്കണക്കിന് ചോദ്യങ്ങൾ, ആൾജിബ്ര മാത്രം ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യുന്നതിന് വേണ്ടിയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അത് വാങ്ങിക്കുക. അപ്പം അത് വാങ്ങിച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ ആ ഒരു പ്രിപ്പറേഷൻ ജേർണി കുറച്ചുകൂടെ ഒന്ന് സ്മൂത്ത് ആവും. നിങ്ങൾ കുറച്ചുകൂടി ഒരുപാട് ചോദ്യങ്ങൾ ഇതേപോലെയുള്ള കുറേ ചോദ്യങ്ങൾ ചെയ്ത് പഠിക്കുമ്പോൾ പിന്നെ ഇത് കാണുമ്പോൾ തന്നെ അതാ ഈ ഷോർട്ട് കട്ടൊക്കെ മനസ്സിൽ ഓർമ്മ വരും. ഇത്രയേ ഉള്ളൂ കാര്യം, നമുക്ക് പെട്ടെന്ന് ചെയ്യാം എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് പ്രാക്ടീസ് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ ബുക്ക് പർച്ചേസ് ചെയ്യും. നമ്മളിപ്പോൾ ചെയ്ത ചോദ്യങ്ങളെല്ലാം ബുക്കിൽ നിന്നുള്ളതാണ്. എല്ലാ പോളിനോമിയൽസിൻ്റെ സീറോസ് പറഞ്ഞ ചോദ്യങ്ങളില്ല, അതും നമ്മുടെ ബുക്കിൽ എവിടെയോ ഉണ്ട്. ഞാൻ അതിലേക്ക് എത്തിയില്ല, നോക്കി വന്നപ്പോഴത്തേക്ക് ആ ഒരു ചോദ്യം പെട്ടെന്ന് കണ്ടില്ല. അപ്പോൾ അതുകൊണ്ട് അതിനുവേണ്ടി മാത്രം ഒരു ക്വസ്റ്റ്യൻ ഞാൻ പുറത്തുനിന്ന് എടുത്തതാണ്. ബാക്കി എല്ലാ ചോദ്യങ്ങളും നമ്മുടെ ബുക്കിലുള്ള ചോദ്യങ്ങളാണ്. ഇതെല്ലാം മുൻവർഷങ്ങളിലെ ചോദ്യങ്ങളാണ്. അതുകൊണ്ടാണ് ഇവിടെയൊക്കെ ഈ വാട്ടർ മാർക്കുകളൊക്കെ കാണുന്നത്. അതുകൊണ്ട് നമ്മൾ ബുക്കിൽ നിന്ന് നേരെ ഇങ്ങോട്ട് എടുത്ത ചോദ്യങ്ങളാണ്. സോ അപ്പോൾ അങ്ങനെ നിൽക്കട്ടെ. സോ നമുക്ക് ഇനിയും മറ്റൊരു ക്ലാസ്സിലൂടെ വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.